ഹലോ ഗൈസ്, വൺസ് അഗെയിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. ഞാൻ ഏറെക്കുറെ ഈ ഒരു ഫീൽഡിൽ, അതായത് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4-5 കൊല്ലത്തിൻ്റെ മുകളിലായി. സോ ഈ ഒരു ടൈം വരെ നമുക്ക് ഒരുപാട് കൊളാബറേഷൻസ് വന്നിട്ടുണ്ട്. പെയ്ഡ് കൊളാബ് വന്നിട്ടുണ്ട്, അല്ലാതെ കൊളാബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു സംഭവം എടുത്തിടുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയോ? കുറച്ചാൾ മുന്നേ എനിക്കൊരു ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ആ കുട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതായത് ഇങ്ങനൊരു ട്രഡീഷണൽ സെറ്റപ്പാണ് വേണ്ടത്, നമുക്ക് ഇങ്ങനെ ലൈക്ക് എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നല്ല കണ്ടിരിക്കുന്ന കൂട്ട് കുറച്ച് റീൽസ് വേണം ചേട്ടാ, അങ്ങനെ എന്നൊക്കെ എൻ്റെ അടുത്ത് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു കൊളാബ് ചെയ്യാം ചേട്ടാ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കൊളാബ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കറക്റ്റ് ക്ലിയർ ഇല്ല, അതായത് കറക്റ്റായിട്ട് വ്യക്തതയില്ലായിരുന്നു ആ കുട്ടിക്ക്. അതായത് എന്താ പറയുക, കൊളാബ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പേയ്മെൻറ്റ് തരണോ, അല്ലെങ്കിൽ എന്താ പറയുക ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ എങ്ങനെ കൊളാബ് കിട്ടും, അവർക്ക് പെയ്ഡ് കൊടുക്കണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യത്തിൽ ആ കുട്ടിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കൊളാബറേഷൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. പെയ്ഡ് കൊളാബറേഷനും ഉണ്ട്, പേയ്മെൻറ്റ് ഇല്ലാതെ ചെയ്യുന്ന കൊളാബറേഷനും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാനൊന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന വ്യക്തികളാണ് ശരി, അല്ലെങ്കിൽ പുതിയതായിട്ട് മോഡലിങ്ങിനോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ എന്താ പറയുക ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഈ ഒരു മേഖലയിലേക്ക് പുതിയതായിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഈ കൊളാബറേഷനെ പറ്റി. അപ്പോൾ അതുകൊണ്ടൊന്ന് സിമ്പിളായിട്ട് ഈ ഒരു സംഭവം ചെയ്തേക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പെയ്ഡ് കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മോഡൽ എൻ്റെ അടുത്ത് വരികയാണ്, ചേട്ടാ എനിക്കിങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം, കോസ്റ്റ്യൂമും മേക്കപ്പും നിങ്ങൾ തന്നെ റെഡിയാക്കണം, ലൊക്കേഷനും എല്ലാം നിങ്ങൾ തന്നെ റെഡിയാക്കണം, പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴത്തേനും എനിക്കുള്ള പേയ്മെൻറ്റ്, എൻ്റെ കൂടെ വരുന്ന ആളുടെ ഉള്ള പേയ്മെൻറ്റ്, മേക്കപ്പിനുള്ള പേയ്മെൻറ്റ്, കോസ്റ്റ്യൂമിനുള്ള പേയ്മെൻറ്റ്, അങ്ങനെ എല്ലാ പേയ്മെൻറ്റും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഒരു എമൗണ്ട് നമ്മൾ ആളുടെ അടുത്ത് പറയും. എന്നിട്ടായിരിക്കും നമ്മൾ ആ ഫോട്ടോഷൂട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിനെയായിരിക്കും പെയ്ഡ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് പേയ്മെൻറ്റ് ഇല്ലാതെയുള്ള കൊളാബറേഷനാണ്. പേയ്മെൻറ്റ് ഇല്ലാതെയുള്ള ഒരു കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള പേയ്മെൻറ്റ് കാണില്ല. ചിലപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രമായിരിക്കും കാണുക. കുറച്ച് ദൂരേക്കാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ട്രാവൽ എക്സ്പെൻസ് മാത്രമായിരിക്കും കാണുക. മേക്കപ്പ് ആർട്ടിസ്റ്റിന് പേയ്മെൻറ്റ് കാണില്ല, അതുപോലെ തന്നെ കോസ്റ്റ്യൂം തരുന്ന ആൾക്ക് പേയ്മെൻറ്റ് കാണില്ല. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻ്റ് ആയിട്ട് ഒന്നും കാണില്ല. ചിലപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ എക്സ്പെൻസോ അല്ലെങ്കിൽ ട്രാവലിങ്ങിൻ്റെ എക്സ്പെൻസോ ഇല്ലെങ്കിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചായയുടെ എക്സ്പെൻസ് അതൊക്കെ കാണുള്ളായിരിക്കും. സോ ഇതാണ് സാധാരണ പേയ്മെൻറ്റ് ഇല്ലാതെ കൊളാബറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പേയ്മെൻറ്റ് ഇല്ലാതെ ചെയ്യുന്ന കൊളാബറേഷൻ ആണെങ്കിൽ പോലും അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കി ചെയ്യാനുണ്ട്. ഞാനതപ്പോൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ എന്തായാലും ഈ ഒരു രണ്ടിനെ തമ്മിലൊരു ഡിഫറൻസ് ചെറുതായിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞാനുമായിട്ടൊരു കൊളാബറേഷൻ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ DM ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.